ഇന്ന് പ്രത്യേകിച്ച് ശോകമാണ് ബിഗ് ബോഫി. പ്രത്യേകിച്ച് ടാസ്ക്കൊന്നുമില്ല. മത്സരാർത്ഥികളും അവർ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. വലിയ അടിയായിട്ടും തോന്നുന്നില്ല. ഏതായാലും ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിട്ട് ആര്യനൊരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട്. അത് ആര്യന് മാത്രമായിട്ട് ടാസ്ക്കാണ്. ആര്യനൊരു ഫോൺ കൊടുക്കുന്നുണ്ട്. ഈ ഫോണിൽ കൂടെ ചില കാര്യങ്ങൾ ബിഗ് ബോസ് പറയും, അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക്. വേറെ ഒന്നുമില്ല. പല ആഹാര സാധനങ്ങളും വീടിൻ്റെ പലയിടത്തായിട്ട് ഒളിപ്പിച്ച് വെക്കും. അത് ആരും കാണാതെ ആരും കഴിക്കണം എന്നുള്ളതാണ് ടാസ്ക്. അതുപോലെ ഫോണും ആരും കണ്ടുപിടിക്കാൻ പാടില്ല. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ നൈഫായിട്ട് അങ്ങ് ഒഴിവാകും എന്ന് ബിഗ് ബോസ് പ്രത്യേകം പറയുന്നുണ്ട്. ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് ബാത്റൂമിലോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലോ ഒന്നും കയറി ഇരുന്ന് കഴിക്കാൻ പാടില്ല. എല്ലാവരും പലപ്പോഴും കാണുന്ന സ്ഥലത്ത് തന്നെ നിന്ന് വേണം കഴിക്കാൻ, ആരും കാണാതെ. ഇതാണ് ടാസ്ക്. ആദ്യത്തെ ടാസ്ക് ആര്യൻ വിജയകരമായി പൂർത്തീകരിക്കുന്നതാണ് കണ്ടത്. ഏതായാലും കൊടയുടെ മറവിൽ നിന്നാണ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ബിഗ് ബോസ്. അപ്പം പടിപ്പുരയിൽ ബർഗർ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത് ആരും കാണാതെ കഴിക്കുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാം. ഏതായാലും ആദ്യത്തെ ടാസ്ക് ആര്യൻ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആര്യനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്ന സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ടാസ്കിലൊക്കെ എന്ന് പറയാൻ, ഗെയിമിലൊക്കെ എന്ന് പറയാൻ ഭയങ്കര സ്പീഡാണ്. ടാസ്കിൽ ആര്യനെ തോൽപ്പിക്കാൻ ഒരുമാതിരിപ്പെട്ട മത്സരാർത്ഥികൾക്കൊന്നും കഴിയത്തില്ല. പക്ഷേ ആര്യൻ്റെ സംസാരം, പൊട്ടത്തരങ്ങൾ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇത് ജെനുവിനാണോ അതോ ഫേക്കാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് ലാലേട്ടനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് ഫേക്കാണെന്ന് തോന്നിയെങ്കിലും പിന്നെ പാടപ്പാടെ നമുക്ക് മനസ്സിലായി പാവം പയ്യനാണ്, ഒന്നും അറിയാൻ വയ്യാത്തവനാണ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു പയ്യൻ. പലപ്പോഴും ആര്യൻ്റെ സംസാരങ്ങളെല്ലാം നമുക്ക് ചിരി ഉണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജിഫയിലും കൂടെ പോയി കഴിഞ്ഞപ്പം ആര്യൻ സ്വതന്ത്രമായിട്ട് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജിഫയിലും ആര്യൻ തമ്മിലുള്ള ആ ലവ് ട്രാക്ക് അരോചകമായിരുന്നു. ഇതിപ്പം ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം.